എല്ലാവർക്കും സ്വാഗതം. ഒരു നോട്ട് ടേക്കിംഗ് ആപ്പിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമുക്കറിയാം ധാരാളം നോട്ട് ടേക്കിംഗ് ആപ്പുകളുണ്ട്. ഗൂഗിളിൻ്റെ കീപ്പ് ഉണ്ട്, എവർ നോട്ട് ഉണ്ട്, നോഷൻ ഉണ്ട്. ഇത്തരത്തിൽ അനേകം ആപ്പുകൾ അവൈലബിൾ ആണ്. എന്നാൽ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള നമ്മുടെ ലോക്കലി സ്റ്റോർ ചെയ്യുന്ന മാർക്ക്ഡൗൺ ഫയലിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു കിഡിലൻ നോട്ട് ടേക്കിംഗ് ആപ്പിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. ആപ്പിൻ്റെ പേര് ഒബ്സിഡിയൻ എന്നാണ്. ഞാനത് എന്തായാലും കുറച്ച് ചാപ്റ്ററുകളായി തിരിച്ചിട്ടുണ്ട്. ആദ്യം ഇപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ജനറൽ ഇൻട്രൊഡക്ഷനും എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള കാര്യമായിരിക്കും. അതിനുശേഷം എങ്ങനെ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് എന്നുള്ളത്, അതിനുശേഷം എങ്ങനെ ഇത് സിങ്ക് ചെയ്യാം, സിങ്കത്തിങ്, ഈ 3 കാര്യങ്ങളാണ് ഉള്ളത്. ഈ ആപ്പിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് 1 ഓപ്പൺ സോഴ്സ് ആണ്, 2 മാർക്ക്ഡൗൺ ഫോർമാറ്റിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്, 3 ഇവ പരസ്പരം വളരെ ഗംഭീരമായി ലിങ്ക് ചെയ്യാൻ പറ്റും. നല്ലൊരു ഗ്രാഫ് വ്യൂ ഉണ്ട്. ഈ ഗ്രാഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഓരോ ആർട്ടിക്കിൾ, നമ്മൾ എഴുതിയ ഓരോ നോട്ടുകൾ തമ്മിൽ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് വിഷ്വലി നമുക്ക് കാണാൻ പറ്റും. വളരെ ഗംഭീരമായി ഓർഗനൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മാത്രമല്ല ഇത് മാർക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഉപയോഗിച്ച് വെബ്സൈറ്റുകൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനൊക്കെ വളരെ എളുപ്പവുമാണ്. അപ്പോൾ ഇത് സൗജന്യമായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. മാത്രമല്ല സ്വതന്ത്രമായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഇത് മൊബൈലിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുകയും ചെയ്യും. എന്നാൽ ഇതിനകത്ത് മറ്റൊരു കാര്യമുള്ളത് സിങ്ക് ചെയ്യുക എന്നുള്ളത്. ക്ലൗഡ് സർവീസുകളായിട്ടുള്ള ഏതെങ്കിലും നോട്ട് ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ സെർവറിലാണ് ഇത് സ്റ്റോർ ആകുന്നത്. ഇപ്പോൾ എവർനോട്ടൊക്കെ ആദ്യകാലത്ത് ഫ്രീ ആയിരുന്നു, പക്ഷേ പിന്നീട് അത് പെയ്ഡ് ആക്കിയ സമയത്ത് നമ്മുടെ കണ്ടന്റ്, നമ്മൾ എഴുതി വെച്ച നോട്ട് നമുക്ക് കിട്ടണമെങ്കിൽ പിന്നീട് പേ ചെയ്യേണ്ട അവസ്ഥയിലേക്കൊക്കെ വരികയുണ്ടായി. അപ്പോൾ മാത്രമല്ല അവരുടെ പ്രൊപ്രൈറ്ററി ഫോർമാറ്റിലാണ് കണ്ടന്റ് കിടക്കുകയും ചെയ്യുന്നത്. മറിച്ച് ഒബ്സിഡിയൻ ആവുന്ന സമയത്ത് നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. മാത്രമല്ല നമുക്കത് മാർക്ക്ഡൗൺ ഫയൽ ആയതുകൊണ്ട്, ഒരു യൂണിവേഴ്സൽ അക്സെപ്റ്റഡ് എന്താ പറയുക ഒരു ഫയൽ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഏതാവശ്യത്തിന് വേണ്ടിയും പിന്നീട് ഉപയോഗിക്കാനൊക്കെ സാധിക്കുകയും ചെയ്യും. വളരെ പ്ലെയിൻ ആയിട്ടുള്ള MDയിലാണ്, മാർക്ക്ഡൗണിലാണ് ഇതിനകത്തെല്ലാം സ്റ്റോർ ചെയ്യുന്നത്. ഇനി നമ്മുടെ ലോക്കൽ ഫയലിൽ സ്റ്റോർ ചെയ്യുക, അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ മൊബൈലിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതിനകത്ത് അവർ തന്നെ ഒഫീഷ്യലായിട്ട് സിങ്കിങ് ഫീച്ചർ തരുന്നുണ്ട്. അത് ഉപയോഗിക്കുന്നതിൽ പക്ഷേ മാസം $4 പേയ്മെൻ്റ് ഉണ്ട്. അത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫോണുമായിട്ടും മറ്റു ഡിവൈസുമായിട്ട് സിങ്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എന്നെ പോലെ പൈസ കൊടുക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ അതിനും വഴികളുണ്ട്. അതാണ് ഡ്രൈവ് സർവീസുകൾ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഗൂഗിൾ ഡ്രൈവ്, വൺ ഡ്രൈവ് അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലൗഡ് തുടങ്ങിയിട്ടുള്ള ക്ലൗഡുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതൊരു സംഭവം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. വാൾട്ട് എന്നാണ് പറയുക. ആ ഫോൾഡറിനകത്താണ് ഈ ഫയലുകൾ സേവ് ചെയ്യുന്നത്. ആ ഫോൾഡറിനാണ് നിങ്ങൾ ഗൂഗിൾ ഡ്രൈവുമായിട്ടോ അല്ലെങ്കിൽ വൺ ഡ്രൈവുമായിട്ടോ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലൗഡുമായിട്ടൊക്കെ സിങ്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ ക്ലൗഡിലേക്ക് കയറും. ഇനി നമുക്ക് മൊബൈലിൽ അത് സിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൻ്റെ ആണെങ്കിൽ ഗൂഗിൾ ഡ്രൈവിന് സിങ്ക് ചെയ്യാൻ വേണ്ടിയുള്ള പല ആപ്ലിക്കേഷൻസും പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ആ ആപ്പ് വെച്ചിട്ട് നമുക്ക് ഒരു സ്പെസിഫിക് ഫോൾഡർ റിയൽ ടൈം സിങ്ക് ചെയ്യാം. എന്തെങ്കിലും ചേഞ്ച് വന്നാൽ ഓട്ടോമാറ്റിക്കലി സിങ്ക് ചെയ്യുന്ന പോലെ ആക്കി വെക്കാം. അപ്പോൾ നമ്മുടെ മൊബൈലിൽ എന്തെങ്കിലും മാറ്റം വരുന്നത് കമ്പ്യൂട്ടറിൽ വരും, കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ അത് മൊബൈലിൽ വരും, ഡ്രൈവിൽ അത് സ്റ്റോറായി കിടക്കുകയും ചെയ്യും. ഇങ്ങനെ നമുക്ക് ചെയ്യാം. എന്നാൽ ഇതൊന്നും ഞാൻ ട്യൂട്ടോറിയൽ പറയുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, എങ്ങനെ ഇതിനകത്ത് ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ സിങ്ക് ചെയ്യാം എന്നുള്ള ഭാഗത്ത് സിങ്ക്തിങ് എന്ന് പറയുന്നൊരു ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ട്. ഇത് ഉപയോഗിച്ച് സിങ്ക് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒബ്സിഡിയൻ ഡൗൺലോഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒബ്സിഡിയൻ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഫസ്റ്റ് ആ വെബ്സൈറ്റ് കിട്ടും. obsidian.md എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ലിനക്സ് എന്ന് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ലിനക്സിൻ്റെ ആപ്പ് ഇമേജാണ് വന്നിരിക്കുന്നത്. മോർ പ്ലാറ്റ്ഫോം അടുത്ത് നമുക്ക് iOS ഉണ്ട്, ആൻഡ്രോയിഡ് ഉണ്ട്, വിൻഡോസ്, മാക്, ലിനക്സ് എല്ലായിടത്തും അവൈലബിൾ ആണ്. അതിൽ തന്നെ ലിനക്സിൽ ആപ്പ് ഇമേജ് ഉണ്ട്, സ്നാപ്പിലുണ്ട്, ഡബ് ഉണ്ട്, ഫ്ലാറ്റ് പാക്കിലുണ്ട്. ആർച്ച് ഉപയോഗിക്കുന്നവർക്ക് എക്സ്ട്രാ എന്ന് പറയുന്ന പാക്കേജിൽ തന്നെ പാക്മാൻ ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഓൾറെഡി എനിക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ലിനക്സ് ആപ്പ് ഇമേജ് കൊടുത്താൽ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്പ് ഇമേജ് ആകുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് റൺ ചെയ്താൽ മതി. ഞാൻ ആർച്ചിൽ നിന്ന് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ തന്നെ തുറന്നിട്ട് വരും. ഇത് നമുക്ക് ആദ്യം കണ്ടിന്യൂ കൊടുക്കണം. ഇങ്ങനെ തുറന്നു വരുന്നത് കാണാം. ഞാനിപ്പോൾ ആപ്പ് ഇമേജ് ഉപയോഗിക്കുന്നില്ല, ഓൾറെഡി ഞാൻ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആർച്ചിൻ്റെ ഡിഫോൾട്ട് സംഭവം ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒബ്സിഡിയൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഒബ്സിഡിയൻ വരിക? അതിനകത്ത് നമുക്ക് കാണാം ക്രിയേറ്റ് ന്യൂ വാൾട്ട്, ഓപ്പൺ ഫോൾഡർ ആസ് എ വാൾട്ട്. അപ്പോൾ നമുക്ക് ഈ വാൾട്ട് എന്ന് പറയുന്നത് സിംപ്ലി നമ്മുടെ ഫയലുകൾ സേവ് ചെയ്യുന്ന ഫോൾഡർ, അത്രയേ ഉള്ളൂ. ഞാൻ ഇല്ലാത്തതുകൊണ്ട് പുതിയൊന്ന് ക്രിയേറ്റ് ചെയ്യാം. വാൾട്ടിന് നെയിം കൊടുക്കാം.
ഞാൻ ഒബ്സിഡിയൻ തന്നെ കൊടുക്കാം. എന്നിട്ട് എവിടെയാണ് അത് വേണ്ടത് എന്നുള്ളത് നമുക്ക് ബ്രൗസ് ചെയ്യാം. ഞാൻ തൽക്കാലം ഡോക്യുമെൻറ്റ്സിനകത്ത് ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഒബ്സിഡിയൻ എന്ന് പറഞ്ഞാൽ എന്ത് പേരും കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ ഓപ്പൺ കൊടുക്കും. അപ്പോൾ ഡോക്യുമെൻറ്റ്സിൽ ഒബ്സിഡിയൻ എന്നുള്ള പേര് കൊടുത്ത് ഒരു വാൾട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സാധനം റെഡിയായി വന്നു കഴിഞ്ഞു. ഇവിടെ നമുക്ക് 2 ടാബ്. ഇവിടെ കാണിക്കുന്നത് ഗ്രാഫ് വ്യൂ ആണ്. നമ്മളൊരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിലുള്ള വെൽക്കം എന്നൊരു സാധനം കിടക്കുന്നുണ്ട്. അതിന് ക്രിയേറ്റ് ലിങ്ക് കൊടുത്താൽ അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമുക്ക് പുതിയ MD ഫയൽ സിമ്പിളായിട്ട് മാർക്ക് ഡൗൺ ആണ്. മാർക്ക് ഡൗൺ ഉപയോഗിച്ചിട്ടാണ് ഇത് ടൈപ്പ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ വെൽക്കം ഡിലീറ്റ് ചെയ്യാം. ഇനി പുതിയ ഫയൽ ഉണ്ടാക്കാൻ Ctrl+N കൊടുത്താൽ മതി. അൺടൈറ്റിൽഡ് തന്നു. ഞാൻ എൻ്റെ ഫസ്റ്റ് നോട്ട് പറഞ്ഞ പേര് കൊടുക്കാം. അതുകൊണ്ടാവും ഇവിടെ തന്നെ എൻ്റെ ഗ്രാഫ് നോട്ട് ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് പരസ്പരം എല്ലാം തമ്മിൽ ലിങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല നമുക്കിത് ലോക്കലിയാണ് സ്റ്റോർ ആവുന്നത്. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോകാം. ഇനി നമുക്കിത് ഹെഡിങ് ആക്കണമെങ്കിൽ മാർക്ക് ഡൗണിൽ ഹെഡിങ് ആക്കുന്നത് ഹാഷ് ഇട്ടിട്ടാണ്. 2 ഹാഷ് ഇട്ടാൽ ഇതാവും H2 H3 അങ്ങനെ നമുക്ക് ഹാഷ് ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ നമുക്ക് ഫോർമാറ്റ് ഓപ്ഷൻസ് ഉണ്ട്, ബോൾഡ് ഇറ്റാലിക്. ഇപ്പോൾ മാർക്ക് ഡൗൺ അറിയാത്തവർക്ക് വേണമെങ്കിൽ 2 സ്റ്റാർ ഇട്ടാൽ ബോൾഡ് ആവുന്നതാണ്. 2 സ്റ്റാർ ഇട്ടാൽ ബോൾഡ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെ നമുക്കിങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഫോർമാറ്റ് എന്നൊരു ഓപ്ഷൻ അതിൽ ബോൾഡ് ക്ലിക്ക് ചെയ്താലും മതി. ഓട്ടോമാറ്റിക്കലി 2 സ്റ്റാർ അവിടെ ആഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബോൾഡ് ആവുന്നുണ്ട്. ഇറ്റാലിക് ആക്കണമെങ്കിൽ ഇതേപോലെ ഫോർമാറ്റിൽ പോവാം, ഇറ്റാലിക് ആക്കുക. അങ്ങനെ നമുക്ക് സിംഗിൾ സ്റ്റാർ ഇറ്റാലിക് ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പരിപാടികൾ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇമേജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ലിങ്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മാർക്ക് ഡൗൺ നമുക്ക് വളരെ കംഫർട്ടബിൾ ആണെങ്കിൽ മാർക്ക് ഡൗൺ നേരിട്ട് ടൈപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇൻസേർട്ടിൽ വന്ന് നമുക്ക് ഫുട് നോട്ട്, ടേബിള് പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ പരസ്പരം നമ്മളെ നോട്ടുകൾ തമ്മിൽ പരസ്പരം ലിങ്ക് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അവിടെ എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലിങ്ക്, ഇപ്പോൾ IB കമ്പ്യൂട്ടിങ്ങിൻ്റെ ലിങ്ക് ആണെങ്കിൽ IB കമ്പ്യൂട്ടിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ലിങ്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ എക്സ്റ്റേണൽ ലിങ്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താണോ ലിങ്ക് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. ഉണ്ടല്ലേ, ഇങ്ങനെ ലിങ്ക് നമുക്ക് കൊടുക്കാം. വെറും ഹാഷ് ഇട്ട് കഴിഞ്ഞാൽ ഇത് മാർക്ക് ഡൗണിൻ്റെ സാധനമെല്ലാം വർക്ക് ചെയ്യുക, ടാഗായിട്ടാണ് വർക്ക് ചെയ്യുക. ഒരു സ്പേസ് ഇട്ട് കൊടുത്താലാണ് അത് എന്താവുള്ളൂ, ഹെഡിങ്ങുകളാവുള്ളൂ. ഇപ്പം 2 ഹാഷ് ഇട്ട് കൊടുത്താൽ അത് ചെറിയ ഹെഡിങ് ആവും. 3 അങ്ങനെ ഹെഡിങ്ങുകളുടെ വലിപ്പം മാറുന്നത് കാണാൻ പറ്റും. ഒരു ഇമേജ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇമേജ് വരുന്നത് കണ്ടില്ല, ആ പേര് അവിടെ ഓട്ടോമാറ്റിക്കലി വന്നത് കണ്ടു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇമേജ് ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് നമ്മുടെ നോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഒരു നോട്ടും കൂടിയും ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ വന്നിട്ട് ഇത് സെർച്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് ഫയൽസ്, ഇത് ബുക്ക് മാർക്സ്. നമുക്ക് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് നമുക്ക് ഇത് കാണണോ വേണ്ടേ എന്നുള്ളത്, അതായത് മെനു കാണണോ വേണ്ടേ എന്നുള്ളത്. ഇവിടെ നമുക്ക് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂ നോട്ട് എന്ന് കൊടുത്താൽ മതി. ഫസ്റ്റ് നോട്ടിനെ ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈ ഫസ്റ്റ് നോട്ട് എന്ന് കൊടുത്തിട്ട് ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 2 സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 2 സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഓൾറെഡി നോട്ടുകൾ അവിടെ വരും. ഫസ്റ്റ് നോട്ട് എന്ന് കൊടുത്താൽ ഇവിടെ അങ്ങനെ വരും. ഇപ്പോൾ ഇമേജ് വേണമെങ്കിൽ ഇമേജിനെ ലിങ്ക് ചെയ്യാം. ചെക്ക് ദിസ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഈ കവർ തൊട്ട് PNG കൊടുത്താൽ അവിടെ വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് നോട്ടിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോട്ടിലേക്ക് പോകും. ഇവിടെ IB കമ്പ്യൂട്ടിംഗ് ക്ലിക്ക് ചെയ്താൽ നേരെ IB കമ്പ്യൂട്ടിംഗ് വെബ്സൈറ്റിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. അതുപോലെ നമ്മൾ സെക്കൻഡ് നോട്ടിൽ വന്നിട്ട് കവർ ഡോട്ട് PNG ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ ഇമേജ് മാത്രമായിട്ട് തുറന്നു വരുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ നമുക്ക് പരസ്പരം ലിങ്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ലിങ്ക് ചെയ്തതിന് ശേഷം ഇവിടെ നോക്കൂ, ഈ ഗ്രാഫ് വ്യൂവിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് നോട്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് സെക്കൻഡ് നോട്ട് കിടക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് നോട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെക്കൻഡ് നോട്ട് കാണാൻ പറ്റും. ഫസ്റ്റ് നോട്ട് ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് നോട്ടിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ ഗ്രാഫ് ആയിട്ട് ലിങ്ക് ചെയ്യണതൊക്കെ പരസ്പരം ലിങ്കായിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും. ഞാൻ ഇവിടെ ഒരു 3rd നോട്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നോക്കൂ, അൺടൈറ്റിൽഡ്
ഇതിനകത്ത് ഞാൻ എന്ത് എഴുതിയാലും തമ്മിലൊരു ബന്ധമല്ല ഉണ്ടല്ലേ. ഇനി ഞാൻ ഇതിനെ ഏതിലേക്കെങ്കിലും ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇതിനെ ഞാൻ നേരെ സെക്കൻഡ് നോഡിലേക്ക് ലിങ്ക് ചെയ്യാം. ഞാൻ 2 സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് സെക്കൻഡ് നോട്ടിലേക്ക് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സെക്കൻഡ് നോട്ടിലേക്ക് ഒരു കണക്ഷൻ ഇവിടെ നിന്ന് പോയത് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പരസ്പരം ലിങ്ക് ആവുന്നത് കാണാൻ പറ്റും. ഈ ലിങ്ക് ആയത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രാഫ് വ്യൂ ആണെങ്കിൽ നമുക്ക് മുഴുവനായി വലിയ സ്ക്രീനിലാക്കാം. സ്പ്ലിറ്റ് പല രീതിയിലുണ്ടാവും. സ്പ്ലിറ്റ് റൈറ്റ് കൊടുത്താൽ, സ്പ്ലിറ്റ് ഡൗൺ കൊടുത്താൽ താഴേക്കാവും. അങ്ങനെ സ്പ്ലിറ്റ് തന്നെ പല രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതൊക്കെ വേണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാം. ഇനി ഉണ്ടോ, നമുക്കിത് നിന്ന് ഓരോന്നിലേക്കും ഇങ്ങനെ പോയി നോക്കാൻ പറ്റുന്ന സംഭവമാണ്. വളരെ രസകരമായിട്ടുള്ളൊരു സാധനം. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സിമ്പിളി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനിവിടെ ഡോക്യുമെൻറ്റ്സിനകത്താണ് ആ വാൾട്ട് ക്രിയേറ്റ് ചെയ്തത്. ഡോക്യുമെൻറ്റ്സിനകത്ത് ഒബ്സിഡിയൻ എന്നുള്ള ഫോൾഡറിനകത്ത് വീണ്ടും ഒബ്സിഡിയൻ എന്നുള്ള ഫോൾഡർ അതുണ്ടാക്കുന്നതാണ്. അതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ first.md, second.md എല്ലാം ഒരു മാർക്ക് ഡൗണിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഗിറ്റുമായിട്ട് സിങ്ക് ചെയ്യാം. ഉണ്ടോ, ഇങ്ങനെ അത് ഇമേജ് അവിടെ വന്നത് കണ്ടു. മാത്രമല്ല നമ്മൾ ആ ഇമേജിന് വലിച്ചിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കലി ഇമേജ് അവിടെ കോപ്പി ആയിട്ടുണ്ട്. സെക്കൻഡ് നോട്ട് നമുക്ക് സാധാരണ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് നോക്കാൻ പറ്റും. കണ്ടോ, അതുപോലെ ഈ ഫസ്റ്റ് നോട്ടല്ലേ കൂടുതൽ എഴുതിയത്. അപ്പോൾ അതിനകത്ത് നോക്കുകയാണെങ്കിൽ കണ്ടോ, കറക്റ്റ് ആ മാർക്ക് ഡൗൺ ഫോർമാറ്റിലാണ് ഇത് ഇവിടെ സേവ് ആയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിതൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പോലും ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല ഇവരുടെ തന്നെ പബ്ലിഷ് ഉപയോഗിച്ച് നമുക്ക് ഇതിനൊരു വെബ്സൈറ്റാക്കി മാറ്റാനും പറ്റും. അത്രയും എന്താ പറയുക, അടിപൊളി സാധനമാണ് ഇത്. വളരെ ബേസിക് ഫീച്ചർ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അതല്ലാത്ത അടിപൊളിയുള്ള ഫീച്ചറുകൾ ഇതിനകത്ത് വേറെ ഉണ്ട്. ഇനി നമുക്ക് സിങ്കിങ് കൂടി ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സിങ്ക് ലിനക്സിൽ സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ ഇതിന് ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ മാക് ഓഎസിനുണ്ട്, അതുപോലെ വിൻഡോസിനുണ്ട്, ലിനക്സിന് ഇവിടെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ലിനക്സ് ആണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അതാത് ലിനക്സിൻ്റെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതാത് പാക്കേജ് മാനേജറുകളൊക്കെ ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. വിൻഡോസിലാണെങ്കിൽ ഇവിടുന്ന് വിൻഡോസിൻ്റെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. മാക് ആണെങ്കിൽ മാക്കിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാൻ ആർച്ച് ഉപയോഗിക്കുന്നുണ്ട്, പാറു ഉപയോഗിച്ചിട്ടാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ലോഡ് സാധനം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നമർത്തിയിട്ട് എൻ്റെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ സിങ്ക് തിങ് ഇൻസ്റ്റാൾ ചെയ്തു. ഇനി ഞാൻ ഇവിടെ സിങ്ക് തിങ് ഒന്ന് റൺ ചെയ്യാം. ഇങ്ങനെ ചുമ്മാ റൺ ചെയ്താൽ നമുക്ക് നേരെ ഇത് ബ്രൗസറിൽ തുറന്നു വരും. ഓക്കെ, അപ്പോൾ നമുക്ക് യൂസർ നെയിം പാസ്വേഡൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഡിവൈസ് നെയിം ഞാനിപ്പോൾ പേര് മാറ്റി മുജീബ് ലാപ്ടോപ്പ് എന്നാക്കുന്നുണ്ട്. ഇവിടെ GUI ഉണ്ട്. GUI ആണെങ്കിൽ ഇതാണ് അതിൻ്റെ യൂസറിന് ഒതൻറ്റിക്കേഷൻ യൂസറും പാസ്വേഡൊക്കെ കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും. സേവ്. അപ്പോൾ ഞാൻ യൂസർ നെയിം പാസ്വേഡ് സെറ്റ് ചെയ്തുകൊണ്ട് എന്നോട് യൂസർ നെയിം പാസ്വേഡും ചോദിക്കും. അപ്പോൾ ഞാനത് അടുത്ത സാധനം ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ലോഗിനായി. ഇപ്പോൾ ഡിഫോൾട്ട് ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് അൺഷെയർഡ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ആഡ് ഫോൾഡർ കൊടുക്കാം. ആഡ് ഫോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ ഫോൾഡർ ലേബൽ തൽക്കാലം ഒബ്സിഡിയൻ എന്ന് കൊടുക്കാം. ഇതാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫോൾഡർ ID ഇവിടെ ഒരെണ്ണം ജനറേറ്റ് ആയിട്ടുണ്ട്. ഇതിനെ ഞാൻ പാത്ത് ഫോൾഡർ എന്ന് പറയുമ്പോൾ, അപ്പോൾ ഞാനിപ്പോൾ ഡോക്യുമെൻറ്റ്സിൽ ഒബ്സിഡിയനിലാണ് ഈ ഒബ്സിഡിയനാണ് എനിക്ക് വേണ്ടത്. ഇവിടെ Ctrl L അടിച്ചാലിൻ്റെ ഇത് കിട്ടും. ഇതാണ് എൻ്റെ പാത്ത്. ആ പാത്തിനെ ഞാനെടുത്ത് ഇവിടെ കൊടുക്കുകയാണ്. ഈ പാത്താണ് എനിക്ക് ചെയ്യേണ്ടത്. ഞാനത് സേവ് അടിക്കുന്നു. ഡിവൈസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഷോ ID എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. ഈ ഷോ ID ക്ലിക്ക് ചെയ്താൽ എനിക്കിവിടെ ഒരു QR കോഡും സാധനങ്ങളൊക്കെ വന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ടുണ്ട്. ഫോണിൽ എനിക്കിവിടെ ആഡ് ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ഒന്നുമില്ലെങ്കിൽ ഈ മുകളിൽ കാണുന്ന വലിയ ആ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ എനിക്കിവിടെ QR കോഡ് കൊടുത്തിട്ട് വെൽ യൂസിങ് ദ ആപ്പ് കൊടുത്തിട്ട് QR കോഡ് എടുത്തിട്ട് എനിക്കിങ്ങനെ സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിവിടെ വരുന്ന കാണാൻ പറ്റും. ഞാനിവിടെ മുജീബ് ലാപ്പ് എന്ന് പേര് കൊടുക്കുന്നുണ്ട്. ഡൈനാമിക് ഫോൾഡേഴ്സ്, ആൻഡ്രോയിഡ് ക്യാമറ, ഇതൊന്നും ഓട്ടോ അക്സെപ്റ്റ് വേണമെങ്കിൽ ചെയ്യാം.
അപ്പോൾ അതെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ആക്സെപ്റ്റ് ആയിക്കോളും. എന്നിട്ട് ഞാനിവിടെ ആഡ് ഡിവൈസ് കൊടുക്കുകയാണ്. ഇവിടെ എൻ്റെ ലാപ്പ് എന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെ കാണാൻ പറ്റും. ഫോൾഡേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞാനിവിടെ ഫോൾഡർ എടുത്തപ്പോൾ ന്യൂ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു. ഡിവൈസ് ഈ സാധനം വാണ്ട് ടു കണക്ട് ആഡ് ന്യൂ ഡിവൈസ്, ആഡ് ഡിവൈസ് കൊടുക്കുക. അപ്പോൾ ഡിവൈസ് ഐ ഡി ഇവിടെ വരും. ഡിവൈസ് നെയിം ഞാൻ പേര് മാറ്റിയിട്ട് മുജീബ് ഫോൺ എന്ന് കൊടുക്കാം. സേവ് അടിക്കുന്നു. ഇപ്പോൾ മുജീബ് ഫോൺ ഡിസ്കണക്റ്റഡ് ആണ് കിടക്കുന്നത്. ഇപ്പോൾ കണക്റ്റഡായി. ഇനി ഇവിടെ ഒബ്സിഡിയനിൽ അൺഷെയർഡിൽ എടുത്തിട്ട് വീണ്ടും എഡിറ്റ് കൊടുത്തിട്ട് ഞാനിവിടെ ഷെയറിങ്ങിലേക്ക് വന്നാൽ എനിക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ മുജീബ് ഫോണിലേക്ക് ഷെയർ ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യുക. ഇഫ് അൺട്രസ്റ്റഡ് എൻ്റർ എൻക്രിപ്ഷൻ പാസ്വേഡ്. നമ്മൾ അൺട്രസ്റ്റഡ് ഡിവൈസ് ആണെങ്കിൽ എൻക്രിപ്ഷൻ പാസ്വേഡ് കൊടുക്കണം. അപ്പോൾ ഞാൻ ഓക്കെ. ഇപ്പോൾ അത് 613 GB ഉണ്ട്, അപ് ടു ഡേറ്റ് എന്നുണ്ട്. ഇത്രയും 61 GB അവിടെ കയറി. ഇനി ഞാൻ എൻ്റെ ഫോൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒബ്സിഡിയൻ എന്നുള്ള ഫോൾഡർ അവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫോൾഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഒബ്സിഡിയൻ എന്നുള്ള ഫോൾഡർ കാണാൻ പറ്റും. ഇത് വന്നിരിക്കുന്നത് ഹോം സ്റ്റോറേജ് എമുലേറ്റഡ് ഒബ്സിഡിയൻ എന്ന് പറയുന്ന ഫോൾഡറിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ സിങ്ക് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒബ്സിഡിയൻ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാം. മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. ഒബ്സിഡിയൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തുറക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കും ക്രിയേറ്റ് ന്യൂ വാൾട്ട് യൂറും യൂസ് മൈ എക്സിസ്റ്റിംഗ് വാൾട്ട്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഒരു ഫോൾഡർ ഇവിടെ സിങ്കായി കിടക്കുന്നുണ്ട്. നമുക്ക് യൂസ് മൈ എക്സിസ്റ്റിംഗ് വാൾട്ട് എന്ന് കൊടുക്കാം. വേർ ഈസ് യുവർ വാൾട്ട് ലൊക്കേറ്റഡ് ഓൺ ദിസ് ഡിവൈസ്. ഒബ്സിഡിയൻ സിങ്ക് നമ്മൾ ഡിഫോൾട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് കാശ് കൊടുക്കണം. നമ്മൾ കാശില്ലാതെ പ്രിൻ്റ് ചെയ്യുന്നത്. ചൂസ് ഫോൾഡർ കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒബ്സിഡിയൻ എന്ന് പറഞ്ഞ ഫോൾഡർ നമുക്കിവിടെ കാണാൻ പറ്റും. ഒബ്സിഡിയൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അവിടെ തന്നെ ഓൾറെഡി നമുക്ക് എല്ലാ ഫയലും വന്നു കഴിഞ്ഞു. യൂസ് ദിസ് ഫോൾഡർ കൊടുക്കുക, അലോ കൊടുക്കുക. അപ്പോൾ നോ ഫയൽ ഈസ് ഓപ്പൺ എന്ന് വന്ന് കണ്ടിട്ടുണ്ട്. കണ്ടോ, ഫയൽസ് നമുക്ക് ഫസ്റ്റ് നോട്ട് എന്നിവിടെ വന്നു. നമ്മൾ നേരത്തെ ചെയ്ത സാധനം മൊബൈലിലൂടെ വന്നു. ഇനി സെക്കൻഡ് നോട്ട് നമ്മളിവിടെ വന്നു. തേർഡ് നോട്ടിൽ വന്നാൽ നമ്മൾ സെക്കൻഡ് നോട്ടിലേക്ക് തന്നെ പോകാൻ പറ്റും. ഉണ്ടോ, പിന്നെ മൊബൈലിൽ നമുക്ക് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും. എഡിറ്റ് മോഡിലേക്ക് മാറാം. ഇനി റീഡിംഗ് വ്യൂവിലേക്ക് മാറാം. അപ്പോൾ നമുക്കിങ്ങനെ റീഡ് ചെയ്യാൻ പറ്റും. അതുപോലെയുള്ള പരിപാടികളൊക്കെ ഇതിനകത്തും ഉണ്ട്. നമുക്ക് ഞാൻ പുതിയൊരു ഫയൽ ഉണ്ടാക്കാം. ഞാൻ പുതിയ ഫയൽ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യണം. ഫ്രം മൊബൈൽ അങ്ങനെ പുതിയ ഫയൽ ഉണ്ടാക്കുക. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ആ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുള്ള സാധനമൊക്കെ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഇതിനെ ഹെഡിങ് 1, 2, 3 ഒക്കെ വേണമെങ്കിൽ ആക്കാൻ പറ്റും. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ എനിക്ക് എന്താ പറയുക, ഓരോ ഇതിലേക്ക് ലിങ്ക് ചെയ്യുന്ന ഓപ്ഷൻ വരും. ബോൾഡാക്കണമെങ്കിൽ ബോൾഡാക്കാം. ലിങ്ക് കൊടുക്കണമെങ്കിൽ ഇവിടെ ലിങ്ക് കൊടുക്കാം. ടാഗാണ്, ടാഗ് കൊടുക്കാം. അതുപോലെ ഫയലിൽ ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ. ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്ക് ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ അറ്റാച്ച് കൊടുത്ത് നമുക്ക് ഇമേജ് ഇന്ന് ആഡ് ചെയ്യാൻ പറ്റും. ഇമേജ് കൊണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയൊക്കെ പരിപാടി ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് നോട്ട് ലിസ്റ്റ്, നമ്പേർഡ് ലിസ്റ്റ്, ബുള്ളറ്റ് ലിസ്റ്റ്, അങ്ങനത്തെ പരിപാടികളൊക്കെ. ഇപ്പോൾ ഞാൻ ഇവിടെ മൊബൈലിൽ നിന്ന് സാധനം അവിടെ സിങ്കായോ നോക്കാം. നമുക്ക് സിങ്ക് തിങ് എടുത്തു കഴിഞ്ഞാൽ സിങ്ക് തിങ് എടുത്താൽ അപ് ടു ഡേറ്റ് ആണ്. ഇത്രയും ഫയലുകളുണ്ട്. എൻ്റെ ലാപ്പിലേക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. വാച്ച് ഫോർ ചേഞ്ചസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ല? അത് ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഈ വാച്ച് ഫോർ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇവിടെ അഡ്വാൻസ്ഡിലാണ് ഈ ഓപ്ഷൻ കിടക്കുന്നത്, വാച്ച് ഫോർ ചേഞ്ചസ്. ഈ വാച്ച് ഫോർ ചേഞ്ചസ് ഇല്ലെങ്കിൽ ഓരോ മണിക്കൂറിലുമാണിത് റീസെറ്റ് ആവുന്നത്, റീസ്കാൻ ആവുന്നത്. അപ്പോൾ ചേഞ്ച് വന്നാൽ ഓട്ടോമാറ്റിക്കലി അപ്പോൾ തന്നെ അത് കയറും. അപ്പോൾ അവിടെ ചേഞ്ച് വന്ന സാധനം ഇവിടെ കയറുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഫോൾഡറിൽ വന്നിട്ട് നമുക്ക് ഒബ്സിഡിയൻ ഫോൾഡറിൽ വന്നു കഴിഞ്ഞാൽ ഫ്രം mobile.md ഇവിടെ കിടപ്പുണ്ട്. കണ്ട, ആ മൊബൈലിൽ ക്രിയേറ്റ് ചെയ്ത സാധനം ഇവിടെ കിടപ്പുണ്ട്. മാത്രമല്ല ആ പടവും ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇങ്ങനെയാണ്
സിങ്ക് ചെയ്യുന്ന പരിപാടി. ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒബ്സിഡിയൻ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ അതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഫ്രം മൊബൈൽ എന്നുള്ള സാധനം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സിങ്തിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കമ്പ്യൂട്ടറിലും മൊബൈലിലും ഒക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ സിങ്തിങ്ങിൻ്റെ ആൻഡ്രോയിഡ് ആപ്പ് ഒഫീഷ്യലി അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു പ്ലേ സ്റ്റോറിൻ്റെ ചില വൃത്തം കേടുകൾ കാരണം. എന്തായാലും അവർ അൺഒഫീഷ്യൽ ആയിട്ടുള്ളൊരു സാധനം ഫോർക്ക്ഡ് സിങ്തിങ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഗിറ്റ് ഹബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് സിങ്തിങ്ങിൻ്റെ ഫോർക്ക്ഡ് ഉപയോഗിക്കാം. ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിങ്തിങ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന സാധനം ഈ ഫോൾഡറിനെ മൊബൈലിൽ ഒരു ഫോൾഡറുമായിട്ട് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങൾ ചേഞ്ച് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് സിങ്ക് ആവും. അത് നമ്മൾ ലോക്കൽ വൈഫൈയിലാണെങ്കിൽ ലോക്കൽ വൈഫൈയിലൂടെ തന്നെ അത് സിങ്ക് ആവും. ഇനി അതല്ല, നിങ്ങൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ആണുള്ളത്, സെയിം വൈഫൈ അല്ലെങ്കിൽ പോലും നിങ്ങൾക്കത് സിങ്ക് ചെയ്യാൻ വേണ്ടി കഴിയും. മൊബൈൽ ഇൻ്റർനെറ്റ് വഴി അത് സിങ്ക് ആവുന്നതായിരിക്കും. അപ്പോൾ അതിനൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സെറ്റിങ്സിനകത്ത് മൊബൈൽ ഡാറ്റ ഓൺ ആക്കിയിട്ടാൽ മാത്രമേ മൊബൈൽ ഡാറ്റ വഴി സിങ്കിങ് നടക്കുകയുള്ളൂ. കാരണം മൊബൈൽ ഡാറ്റ ചിലത് വൈഫൈ ഓൺലിയാണ് ഡിഫോൾട്ട് ഉണ്ടാവും. അത് നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റയും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഡാറ്റ വഴി സിങ്ക് ആവും. പക്ഷേ ഇങ്ങനെ റിയൽ ടൈം സിങ്ക് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പി സിയിൽ ഈ സിങ്ക് തിങ് റൺ ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കണം എന്നുള്ളതാണ് ഒരു കാര്യമുള്ളത്. ഇനി അതല്ല, നിങ്ങൾ പി സി ഒക്കെ ഓഫാണ്, ഒന്നും റൺ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ മൊബൈലിൽ വേറെ സ്ഥലത്താണ്, പുറത്താണ്, മൊബൈലിൽ നിങ്ങളിതെല്ലാം സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുന്ന സമയത്ത് ഈ സിങ്ക് തിങ് ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈലിൽ ചെയ്ത സാധനം ഓട്ടോമാറ്റിക്കലി സിങ്ക് ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മൊബൈലും കമ്പ്യൂട്ടറിലും വേറെ ഏത് ഡിവൈസുകളിലൊക്കെ സിങ്ക് ചെയ്ത് ഇടാൻ വേണ്ടി പറ്റും. അപ്പോൾ സിംപിളി പറയുകയാണെങ്കിൽ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലായിരിക്കും ഇത് സ്റ്റോർ ആവുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗൂഗിൾ ഡ്രൈവ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിലേക്കോ മറ്റു ഡ്രൈവിലേക്കോ കയറ്റിയിടുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് എങ്ങനെയാണ് ഒബ്സിഡിയൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക, എങ്ങനെയാണത് സിങ്ക് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകളുമായി ഇമ്മണി വലിയ കമ്പ്യൂട്ടിംഗ് വീണ്ടും വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ പിന്തുണ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.